ഹായ്, വെൽക്കം ടു അബീസ് വ്യൂസ്. നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലേ? ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഗാലറിയിൽ നമ്മുടെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അതൊക്കെ നമ്മൾ പെർമിഷൻ കൊടുത്താൽ, അതായത് ഗാലറി പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഗാലറിൻ്റെ പെർമിഷൻ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഗാലറിയിൽ കയറിയിട്ട് ഫേസ്ബുക്ക് നമ്മുടെ പല ഫോട്ടോസും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. അവർ അതിനനുസരിച്ചിട്ട് അവർ പല പരസ്യങ്ങളും നമുക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പം ആ സെറ്റിംഗ്സ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ഗാലറിയിൽ നമ്മുടെ സമ്മതമില്ലാതെ അവർ കയറി പരിശോധിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിനുള്ളൊരു സെറ്റിംഗ്സ് ഫേസ്ബുക്കിൽ തന്നെയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഇവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ്. ഫേസ്ബുക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൊഫൈൽ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ കണ്ടില്ലേ പ്രൊഫൈൽ, നമ്മുടെ പ്രൊഫൈൽ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ സെറ്റിംഗ്സിലേക്ക് നമുക്ക് പോകാം. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ തൊട്ടടുത്തായിട്ട് സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാം. ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ സബ് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ സെറ്റിംഗ്സും കറക്റ്റായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്ത് വെക്കുക. ഇവിടെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമറ റോൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം അല്ലേ? ക്യാമറ റോൾ ഷെയറിംഗ് സജഷൻസ് കാണിക്കുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നത് കണ്ടില്ലേ, ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ക്യാമറ റോൾ ഷെയറിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കസ്റ്റം ഷെയറിംഗ് സജഷൻസ് ഫ്രം യുവർ ക്യാമറ റോൾ കാണിക്കുന്നു. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഗെറ്റ് ക്യാമറ റോൾ സജഷൻസ് വിത്ത് യുവർ ബ്രൗസിംഗ് ഫേസ്ബുക്ക് കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള 3 ഓപ്ഷൻസ് ഇവിടെ എനേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം നിങ്ങളുടെ ഫോണിലുള്ള ക്യാമറയുടെ കണക്ഷൻ, അതായത് ഗാലറിയിലേക്ക് നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഇവരെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തത് പ്രകാരം ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫോണിലുള്ള ഗാലറിയിലുള്ള ഫോട്ടോയും അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയൊക്കെ വെച്ചിട്ട് നമ്മുടെ ടേസ്റ്റുകൾ കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ പേഴ്സണലൈസ്ഡ് സജഷൻസ് കാര്യങ്ങളൊക്കെ ഇവർ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ആദ്യം കൊടുത്ത പെർമിഷൻ വെച്ചിട്ട് ഇവർ ഇപ്പോഴും അത് നമ്മുടെ ഗാലറിയൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ആദ്യത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് ഡിസേബിൾ ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ടില്ലേ ബ്രൗസിങ് ഫേസ്ബുക്കിൽ സജഷൻസ് വരുന്ന ആ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതും ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഡിസേബിൾ ചെയ്യുക. മൂന്നാമത്തെ പേഴ്സണലൈസ്ഡ് സജഷൻസ് വരുന്ന ആ കാര്യം ഒന്ന് ഡിസേബിൾ ചെയ്യുക. ഇങ്ങനെ 3 ഡിസേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫേസ്ബുക്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിലുള്ള ഗാലറിയിലേക്ക് കയറുവാൻ സാധിക്കില്ല. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു പേജിൽ നമ്മുടെ ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും താഴെയാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ വരിക. കാരണം ഓരോരോ ഓപ്ഷൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്നതുകൊണ്ടാണ് രണ്ടാമതും ഇത് പറയുന്നത്. ഇവിടെ ക്യാമറ റോൾ ഷെയറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എടുക്കേണ്ടത്. അവിടെ നമുക്ക് കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം അതെല്ലാം ചെയ്യണമെങ്കിൽ കസ്റ്റം ഷെയറിംഗ് സജഷൻസ്, അതിൻ്റെ താഴെ ഗെറ്റ് ക്യാമറ റോൾ സജഷൻസ് വിത്ത് യുവർ ബ്രൗസിംഗ് ഫേസ്ബുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് പേഴ്സണലൈസ്ഡ് സജഷൻസ്. അങ്ങനെ 3 എണ്ണമാണ് എനേബിൾ ആയിട്ട് നമ്മളത് കിടക്കുന്നുണ്ടാവുക. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസേബിൾ ചെയ്ത് കൊടുക്കേണ്ടത്.